ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം അനേക അനുഗ്രഹങ്ങൾ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളൊക്കെ ഈ വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. അതിൽ ഒരനുഗ്രഹം രോഗസൗഖ്യമാണ്. നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഏത് രോഗമായിരുന്നാലും അതിനെ സൗഖ്യമാക്കുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ അതുകൊണ്ട് ചികിത്സയ്ക്ക് പോകണ്ട എന്നല്ല കേട്ടോ. നമ്മൾ ഡോക്ടറുടെ അടുക്കൽ ചികിത്സയ്ക്ക് പോയാലും ചിലപ്പോഴൊക്കെ അവരുടെ ചികിത്സ നമ്മുടെ ശരീരത്തിന് സൗഖ്യം കൊണ്ടുവരണമെന്നില്ല. ഭേദമാകാത്ത വേദനകളും രോഗങ്ങളും അനുഭവിക്കുന്ന അനേകരും നമുക്ക് ചുറ്റുമുണ്ട്. ഇന്ന് ഈ സന്ദേശത്തിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, യേശുക്രിസ്തുവിന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും. യേശുക്രിസ്തുവിന് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏത് രോഗത്തെയും പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് നയിക്കാൻ കഴിയും. ഞാനൊരു സുവിശേഷകനാണ്. കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അനേകർ സൗഖ്യമാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമാകാത്ത രോഗങ്ങളും ഉണ്ട് കേട്ടോ. എന്നാൽ ഞാൻ അവരോടൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, പ്രാർത്ഥന നിർത്തരുത്. ഇന്ന് സൗഖ്യമായില്ലെങ്കിലും നാളെ യേശുവിന് സൗഖ്യമാക്കാൻ കഴിയില്ലെന്നില്ല. എപ്പോൾ വേണമെങ്കിലും യേശുവിന് സൗഖ്യമാക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോഗം അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ പ്രാർത്ഥന നിർത്തരുത്, വിശ്വാസത്തിൽ മടുത്തു പോകരുത്, പ്രതീക്ഷയും നിർത്തരുത്. പ്രതീക്ഷിക്കുക, യേശു നിങ്ങളെ സൗഖ്യമാക്കും. നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ ഒരു കുഷ്ഠരോഗി യേശുവിനോട് വന്നൊരു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. 2-ാമത്തെ വാക്യം, അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. നോക്കൂ, ഇവിടെ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന് ഈ മനുഷ്യൻ യേശുവിനോട് ചോദിക്കുകയാണ്, അങ്ങേക്ക് മനസ്സുണ്ടോ എന്നെ സൗഖ്യമാക്കുവാൻ? യേശു തിരിച്ചു പറയുന്നു, എനിക്ക് മനസ്സുണ്ട്, നീ ഇപ്പോൾ ശുദ്ധമാകുക. പ്രിയമുള്ളവരെ, യേശുവിന് ഇന്നും മനസ്സുണ്ട് കേട്ടോ. നമ്മെ സൗഖ്യമാക്കുവാൻ, നമ്മെ വിടുതലിലേക്ക് നയിക്കുവാൻ, നമ്മുടെ ഏത് രോഗത്തെയും, മാറാവ്യാധികളാകട്ടെ, എല്ലാം സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും. പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലാം. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഇത്തരം രോഗാവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ റിക്വസ്റ്റ് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ അറിയിക്കുക. ഞാൻ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. യേശു നിങ്ങളെ സൗഖ്യമാക്കും. വാക്കുകളെ ചുരുക്കട്ടെ. ഗോഡ് ബ്ലസ് യു.